പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് നമുക്ക് നോക്കാം. ശരീരത്തിലോ വേഷത്തിലോ മാത്രം യുവത്വം കാത്തു സൂക്ഷിച്ചതുകൊണ്ടായില്ല. യഥാർത്ഥത്തിൽ യൗവനത്തിന്റെ എനർജിയുടെ താക്കോൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിലാണ്. ആറ്റിറ്റ്യൂഡ് എന്നാൽ ജീവിതത്തിനോടും ചുറ്റുപാടിനോടുമുള്ള നമ്മുടെ സമീപനമാണ്. നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, കാര്യങ്ങൾ എങ്ങനെയാണ് സമീപിക്കുന്നത്, അവ എങ്ങനെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്, മറ്റുള്ളവരുമായി നമ്മൾ എങ്ങനെയാണ് ഇടപെടുന്നത്, ഇതെല്ലാം ആറ്റിറ്റ്യൂഡിൽ പ്രതിഫലിക്കുന്നു. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവിടുന്നത് നമ്മുടെ ജോലിസ്ഥലത്താണ്. കൂടുതൽ സംസാരിക്കുന്നത് ജോലിസ്ഥലത്തെ സുഹൃത്തുക്കളോടാണ്. സുഹൃത്തുക്കൾ നമ്മളെയും വലുതായി സ്വാധീനിക്കും. സുഹൃത്തുക്കളുടെ കാര്യത്തിൽ സെലക്റ്റീവ് ആവുക. പോസിറ്റീവായ യുവത്വമുള്ള സൗഹൃദ വലയത്തിൽ ഇടപഴകുക. നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം പറയുന്നവരിൽ നിന്ന് മാക്സിമം അകന്നു നിൽക്കുക. പരദൂഷണം, ഗോസിപ്പ് എന്നിവ പറയുന്ന കൂട്ടത്തിൽ നിന്ന് നിങ്ങളുടെ സമയം ചെലവിടരുത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏതെങ്കിലും ലക്ഷ്യത്തിൽ മനസ്സർപ്പിക്കുന്നത് അവയെ തരണം ചെയ്യാൻ സഹായിക്കും. ഇന്ന് ഞാനൊരു നെഗറ്റീവ് വാക്കും പറയില്ല എന്ന് പ്രതിജ്ഞയെടുത്തു നോക്കൂ. വയ്യ, മടുത്തു, എങ്ങനെ നേരിടും തുടങ്ങിയ വാക്കുകൾ നാവിൻ തുമ്പത്ത് വന്നാലും ഒഴിവാക്കുക. ക്രമേണ അവയെ നിങ്ങളുടെ ഡിക്ഷണറിയിൽ നിന്നും ഒഴിവാക്കുക. ശീലിച്ചു നോക്കൂ, മാറ്റം മികച്ചതായിരിക്കും. ഞാൻ മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജി പകരുമെന്ന് ചിന്തിക്കുക. ഇനി പോസിറ്റീവ് എനർജി പകരാനായില്ലെങ്കിലും നെഗറ്റീവ് എനർജി സൃഷ്ടിക്കാതിരിക്കുക. മടി പിടിച്ചിരിക്കുക പൊതുവെ മലയാളികളുടെ ശീലമാണ്. മടി വിഷാദമുണ്ടാക്കുന്നു. വെറുതെ കിട്ടുന്ന സമയങ്ങളിൽ യാത്ര പോകാം, പാട്ട് കേൾക്കാം. കുട്ടികളാണ് ഏറ്റവും നല്ല എനർജി ഡ്രിങ്ക്. കളിക്കാൻ പ്രായപരിധിയൊന്നുമില്ല. ഷട്ടിൽ, ടേബിൾ ടെന്നീസ്, ബാഡ്മിൻ്റൺ, ടെന്നീസ് തുടങ്ങിയ ഏതെങ്കിലും കളി വൈകിട്ട് 1 മണിക്കൂർ പതിവാക്കുക. നിങ്ങൾ നന്നായി പെർഫോം ചെയ്തുവെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ സ്വയം ഒന്ന് അഭിനന്ദിച്ചു നോക്കൂ. മറ്റുള്ളവരെ അഭിനന്ദിക്കാൻ മടിക്കുകയും അരുത്. സഹായവും സാന്ത്വനവും ആവശ്യമുള്ളവരെ കഴിയുന്നതും സഹായിക്കുക. സാമ്പത്തികമായ സഹായം വേണമെന്നില്ല. നല്ല വാക്കുകൾ ആത്മാർത്ഥതയോടെ പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. മറ്റൊരാളെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങളെ സഹായിക്കാനും കാണും. നിങ്ങളെ ദ്രോഹിച്ചവരോട് മനസ്സുകൊണ്ട് ക്ഷമിക്കുക. അത്തരം അനുഭവങ്ങളെ ഒരു പാഠമായി എടുക്കുക. എപ്പോഴും മനസ്സിൽ കൃതജ്ഞതയുടെ ഒരു വികാരം മുന്നിട്ട് നിൽക്കണം. നിങ്ങൾക്ക് ഇണങ്ങാത്തവരും ചുറ്റും കാണും. മറ്റുള്ളവരെ ക്ഷമയോടെ സഹായിക്കാനും പഠിക്കണം. ഓരോരുത്തരും വളർന്ന ചുറ്റുപാടുകൾ പലതാണെന്ന് ഓർക്കുക. കുടുംബ ബന്ധങ്ങളാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ അടിത്തറ. എല്ലാവരും എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കണം എന്ന മനോഭാവം വേണ്ട. പങ്കാളി, മക്കൾ ഇവരെ അമിതമായി ഭരിക്കാതെ ഒരു സുഹൃത്തായി അവരോട് ഇടപഴകി നോക്കൂ. വീട്ടിൽ നിങ്ങളുടെ സ്വീകാര്യത കൂടും. ജീവിതത്തെ അമിത സീരിയസ് ആയി കാണേണ്ടതില്ല. അപ്പോൾ എല്ലാത്തിനും ഒരു ലാഘവത്വം കൈവരും.